ഹായ് ഹലോ. തൈറോയ്ഡ് മുഴ നമ്മൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഡോക്ടർ റഫീഖുമായി സംസാരം തുടരാം. ഒരു ഡോക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസ് ചെയ്തത്? നമുക്ക് തൈറോയിഡിൽ ചെറിയൊരു തടിപ്പാണ്. ഈ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലെ വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഏരിയയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കഴുത്തിലെ ഇതാണ് നമ്മുടെ തൈറോയിഡായിട്ടുള്ള ഗ്രന്ഥി. നമ്മുടെ ശ്വാസം പോകുന്ന ട്യൂബിൻ്റെ നേരെ മുമ്പിൽ 2 സൈഡിലായിട്ടും പിന്നാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ബ്രെയിനിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, ശ്വാസം പോകുന്ന ട്യൂബുണ്ട്, അതേപോലെ നമ്മൾ ഭക്ഷണം ഇറക്കുന്ന ട്യൂബുണ്ട്, ശബ്ദത്തിൻ്റെയും എല്ലാം ഉള്ള ചെറിയൊരു ഏരിയയിലാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഇരിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഇതേപോലെയുള്ള തടിപ്പുകൾ വരാം. അതിൻ്റെ കട്ടിപ്പായിട്ട് തടിപ്പുകളും ചിലപ്പോൾ നീർക്കെട്ടായിട്ട് തടിപ്പുകളെല്ലാം വരാം. അപ്പോൾ അത്തരം തടിപ്പുകൾ സാധാരണ രീതിയിൽ 90-95% ക്യാൻസർ അല്ലാത്ത സാധാരണ തടിപ്പുകളാണ്. നമ്മൾ ഗർഭാശയത്തിലൊക്കെ ഫൈബ്രോയിഡ് മുഴകൾ വരുന്നത് പോലെ ഒരു ക്യാൻസർ അല്ല. ക്യാൻസറിന്റെ സാധ്യത വളരെ ചെറിയൊരു ശതമാനം, 5%-7% ഒക്കെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ ഇതിങ്ങനെ വലുതായി വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ കഴുത്തിലുള്ളത് കൊണ്ട് അതിലേക്കുള്ള പ്രഷർ വരാം. ശ്വാസം പോകുന്ന ട്യൂബിലേക്ക് പ്രഷർ വന്ന ആൾക്ക് ചുമ വരാം. ബാക്ക് സൈഡിൽ ശബ്ദത്തിന്റെ ഞരമ്പുള്ളത് കൊണ്ട് അതിനെന്തെങ്കിലും ചെറിയ പ്രഷർ വന്ന് ഒത്തിരി നേരം സംസാരിക്കുമ്പോൾ ശബ്ദം കുറയുക. ടീച്ചേഴ്സൊക്കെയാണ് പെട്ടെന്ന് പറയുക. 3-4 മണിക്കൂർ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ക്ലാസ്സിനോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോഴേക്കൊക്കെ ശബ്ദം കുറയുന്നു. അല്ലെങ്കിൽ പാട്ട് പാടുന്നവരൊക്കെ നല്ല ഹൈ ടോണിൽ പാടാൻ അവർക്ക് ഇനി ബുദ്ധിമുട്ടുണ്ട്. അത്തരം ആളുകളാണ് നേരത്തെ ശ്രദ്ധിക്കുക. പിന്നീട് അത് സാധാരണ സംസാരങ്ങളിലേക്കും ശബ്ദത്തിന്റെ ഇഷ്യൂ വരാം. അതേപോലെ ഭക്ഷണം ഇറക്കുന്ന ട്യൂബിന്റെ അടുത്തുള്ള മുഴകളാണെങ്കിൽ ഭക്ഷണം ഇറക്കുമ്പോൾ പലരും പറയും വലിയൊരു ഗുളിക കഴിക്കുമ്പോൾ ചെറിയ എന്തൊരു തടച്ചിൽ വരുന്നവർ തോന്നുന്നു. ഇതെല്ലാം കൂടി നിറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് താഴോട്ടേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരും. അതേപോലെ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ തിരിച്ചു വരുന്ന രക്തക്കുഴലുകളെല്ലാം ഉണ്ട്. അപ്പോൾ കഴുത്ത് എന്നുള്ളത് ബോഡിനെയും ബ്രെയിനിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമായതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഒരുപാട് സംഗതികൾ അവിടെ ഉള്ളതുകൊണ്ട് തൈറോയ്ഡ് മുഴകൾ വലുതായി വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രഷർ സിംറ്റംസ് വരാം. അപ്പോൾ അങ്ങനെ വലുതായി വരുന്ന മുഴകളാണെങ്കിൽ അവർ ചികിത്സിക്കപ്പെടും. അതേസമയം തൈറോയ്ഡ് ഒത്തിരി തടിപ്പുകൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് വളർച്ചയൊന്നും ഇല്ലാത്ത സാധാരണ തടിപ്പുകളുണ്ടാവും. അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. 6 മാസത്തിൽ 1 വർഷത്തിൽ എടുക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കി അവർ വലുതാവുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും അവർക്ക് ആവശ്യമില്ല. അതേസമയം ഇപ്പോൾ വൈഫിനുള്ളതുപോലെ അവർ വലുതായി വരുന്നതാണെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ അത് ചികിത്സിക്കേണ്ടത്.